ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള സേമിയ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 2 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളം വെച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ സേമിയ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ വെന്ത് വരണം. പെട്ടെന്ന് തന്നെ വെന്ത് വരും. സേമിയൊക്കെ ആയതുകൊണ്ട് 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിവിടെ വെന്ത് വരും. ഇപ്പോൾ ഇത് അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. സേമിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾ വെള്ളം വാക്കാൻ വേണ്ടി വെക്കണം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. സേമിയൊക്കെ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാല റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് നമുക്ക് ഇതേ റെസിപ്പി പ്രകാരം ചെയ്യാം. മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ അളവിൽ ചിക്കനൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മുഴുവൻ റെസിപ്പിയും ഉണ്ടാക്കിയെടുക്കുന്നതും. ചിക്കനൊക്കെ ജസ്റ്റ് ഒന്നൊരു ഭാഗം ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മസാലാസൊന്നും ചേർത്ത് കൊടുത്തില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. സേമിയ വെച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ അവരുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റു കറികളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ അഡീഷണലി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഈ ഓയിലിലേക്ക് തന്നെ ഞാനിവിടെ ഒരു വലിയ സവാള മുഴുവനായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് മുളകൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ ഒരു മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മസാല ഒത്തിരി സമയം ഒന്ന് വേവിച്ചെടുക്കാത്തതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് എരിവിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് വേണം റെഡിയാക്കി എടുക്കാൻ.
പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒത്തിരി സ്പൈസി ആയിട്ടൊന്നുമല്ല ഞാനിവിടെ റെഡിയാക്കി എടുത്തില്ല, അതുപോലെ ഒത്തിരി മസാലാസും ചേർത്ത് കൊടുത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ റെസിപ്പി ചെയ്തെടുക്കാം. മുട്ട ചേർത്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റിന് കുറവുണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ്. തൈരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. മസാലയും ചിക്കനും ഒക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള സേമിയ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും അതുപോലെ സേമിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. മസാലയൊക്കെ സേമിയയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി എടുക്കാൻ. നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേറെ കറികളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ സേമിയയും മസാലയൊക്കെ നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ല പോലെ സേമിയയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. കുട്ടികൾക്കൊക്കെ നൂഡിൽസൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. ഇത് നമ്മൾ ഒത്തിരി ഓയിൽ യൂസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. സേമിയ വെച്ച് ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സേമിയൊന്നും ഒട്ടും കട്ട പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.